അസ്സലാമു അലൈക്കും. റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 2 സവാള എടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കുടം വെളുത്തുള്ളി, 1/2 തക്കാളി, നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം ചതച്ച് വെച്ചിരിക്കുകയാണ്. കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, 3 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാല. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. മസാല ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് നമുക്കൊന്ന് ഉപ്പ് ഇട്ടൊന്ന് പുരട്ടിയെടുക്കാം. കുക്കർ വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഉള്ളി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉപ്പും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്ക് ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു നല്ല 6 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 6 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി അത് വെന്തിട്ടുണ്ടാവും. തുറന്ന് നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കേരളീയരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കപ്പയും ബീഫ് കറിയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.